രാവിലെ കണിയൊക്കെ കണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ സാമ്പാറിനും അവിയലിനും എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു കട്ടനൊക്കെ ഇട്ട് ഇരുന്ന് അരിയുവാണ്. അപ്പം ഒരു വൈബ് കിട്ടട്ടെ എന്നും കരുതി പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു വിഷു വൈബ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല, പകരം ഈ ക്യാരറ്റും ഇതൊക്കെ എടുത്ത് കഴിച്ച് സൈഡില്ലാത്തതിന് ഉണ്ടാക്കിയത് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രസവും അതുപോലെ തന്നെ സാമ്പാറൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോയി കുളിച്ചു. മറിയും നമ്മുടെ മുനീനൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വിഷുവിന് ഒരു വീട്ടിൽ വരേണ്ട കോലമാണോ ഇത്? നമ്മൾ ഒരുങ്ങും ഇനി. ഓക്കെ ഗൈസ്, നമ്മൾ ഒരുങ്ങിയിട്ട് വരാം. അങ്ങനെ സെറ്റ് സാരി ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. മറിയമ്മയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാരി എടുത്തു തന്നത്. കിടിലുമായിട്ട് എടുത്തു തന്നു. ഈ വിഷു ഞങ്ങൾ സ്പെഷ്യലാണ്. അമ്പാടിയൊന്നും ഇല്ലായിരുന്നു. അമ്പാടി അച്ഛനോട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ അവർ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഒരുക്ക് സാധനങ്ങളാണ്. ഇത് വെച്ചാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. സമയം എല്ലാം കഴിഞ്ഞു. ഇപ്പം 2 മണിയൊക്കെയാണ്. 2 മണിയുടെ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സെറ്റ് പായസം വെക്കാനുണ്ട്, പപ്പടം കാച്ചാനുണ്ട്, ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകും. പായസം ഉണ്ടാക്കിയിട്ട് പായസം ഇൻസ്റ്റന്റ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. പായസം ഉണ്ടാക്കിയിട്ട് നമ്മൾ സദ്യ കഴിക്കും. സദ്യ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങും. ഇപ്പൊ സമയം എത്രയായി മുനീഫ? ഇപ്പൊ ഒരു 2:30 ആയിക്കാണ്. പായസം ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെറ്റാണ്. ബാക്കി എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കി സദ്യയൊക്കെ കഴിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പായസം ഉണ്ടാക്കാന്ന് പറയുന്നത് ഒരു അരമണിക്കൂറൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ പോയി. സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസം, ഇൻസ്റ്റന്റ് പാലട പായസം. ദിസ് ഇസ് ഈസ്റ്റേൺ ആൻഡ് ദിസ് ഇസ് കല്യാൺ. ആവശ്യമായ ഘടകങ്ങൾ: പാല്, ഈസ്റ്റേണ്ട ഇത്, പിന്നെ നെയ്യ്, പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് കിസ്മിസ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം വേണ്ടത് ഒരു ചട്ടി പായസം. തേക്കുന്നു, ഉടച്ചെറിച്ച് കഴുകൂ. നമ്മൾ ഇത്രയും പുട്ടിയിട്ട് വന്നിരിക്കുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പൊ സമയം എത്രയായി? 3:45. നോക്കൂ, തെളിവ് സഹിതം കാണിക്കുന്നു. 3:45. ഇത്രയും നേരം, ഉച്ച തൊട്ട് ഇത്രയും നേരം ഞങ്ങൾ ഒരുങ്ങുമായിരുന്നു. സദ്യയൊക്കെ സെറ്റാണ്. നമുക്ക് ഈ പായസം മാത്രം. എന്റെ ഗോതമ്പ് പായസം അവിടെ ഉണ്ട്. പൂച്ചയെ പേടിയാണ് കഴിച്ചു. ഗോതമ്പ് പായസം ഉണ്ട്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പൂച്ചയെ കണ്ട് പേടിച്ചാണ്. ഇത് ഗോതമ്പ് പായസമാണ് ഗൈസ്. ഈ ഗോതമ്പ് പായസം നിങ്ങൾ എന്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ്. ഇന്നലത്തെ പായസം ഇന്ന് ഇവിടെ 1 പാൽ ഒഴിച്ച് തരും. അതാണ് ഇന്നത്തെ പായസം. പരിപാടി എടുക്ക്. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ഈ ഗേൾസ് ആണ് ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പായസം കൊള്ളായിരിക്കുമോ ഇല്ലായിരിക്കുമോ എന്ന്. വെള്ളമൊക്കെ എടുത്ത് കളയേ. ഫസ്റ്റ് പായസം ഉണ്ടാക്കുന്നവര്. ചൂടായില്ല. ഇത് മതിയല്ലോ പറയാ. ഇത് പറയല്ലോ. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിക്കാം. അവരവിടെ പായസം ഉണ്ടാക്കുവാണ്. ഇത്രയും നേരം നിങ്ങൾ എന്തെടുത്തു എന്ന് നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഗൈസ്. നമ്മൾ കൃഷ്ണന്റെ അടുത്ത് വന്നു. കൃഷ്ണന്റെ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്റെ ഉണ്ണിക്കണ്ണനെ കാണിച്ചു തരാം ഗൈസ്. ഉണ്ണിക്കണ്ണൻ ഇവിടെയാണ് സെറ്റ് ചെയ്ത്. വിളക്കൊക്കെ സെറ്റ് ചെയ്ത് ശരിയാക്കി. എല്ലാം തീർന്നു, അണഞ്ഞു. ഇതിലോട്ട് വറുത്ത് വരിയിടും. മറിയ ഒരു പാട്ട് പാടും. മറിയ, വിഷു ഓർമ്മ വരുമ്പോ മറിയക്ക് ഏത് പാട്ടാ ഓർമ്മ വരുന്നേ? മറിയ ഒരു വലിയ സിംഗറാണ് ഗൈസ്. ചെറിയ സിംഗറാണ് ഗൈസ്. അപ്പൊ നമുക്ക് മറിയുടെ പാട്ടേക്കാം. അപ്പൊ മറിയ പാട്ടാലേക്ക്. രാജിത സർഗുണ ജയശീല രാധ വേണോ ഗോപാല രാജിത സർഗുണ ജയശീല. അമ്പാടിക്കുഴലല്ലേ ഓ നറുവണ്ണ കുടലല്ലേ ഓ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ. അമ്പാടിക്കുഴലല്ലേ ഓ പൊന്നോടക്കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ. അണ്ടിപ്പരിപ്പിന്റെ മുന്തിരിയുടെ മണമൊക്കെ അടിച്ചു കയറി വന്നോണ്ടിരിക്കുകയാണ്. മണ്ടാവ്. അപ്പൊ നമ്മള് ഇവിടെ സാരി എടുത്തോണ്ട് നിന്ന സമയത്ത് അവിടെ താളിച്ചതിന്റെ മണമൊക്കെ കേക്കായിരുന്നു. അതുപോലെ കേക്കായിരുന്നല്ല, നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ ഒരു പറ ചോറ് കിട്ടി. അത്രയും ചോറും തിന്നാനുള്ള വിശപ്പ് എനിക്കുണ്ട്. ഞാൻ തിന്നും.
അത് പഞ്ചസാര. ഞാൻ ഇൻസ്റ്റന്റ് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ആക്ച്വലി നമ്മള് ഈസ്റ്ററിന്റെയും കല്യാണിന്റെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പോയപ്പോ കൊറോണയ്ക്ക് ഉള്ളവരുണ്ടെങ്കിൽ രണ്ടും ഒന്നിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഇൻസ്റ്റന്റ് ആയിട്ട് ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഇതിനെ കുറച്ച് ABCD അറിയുള്ളൂ. ഇൻസ്റ്റന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇളക്കാൻ മാത്രമേ അറിയാവുള്ളൂ. ഇളക്കാൻ നിർത്തിയേക്കുവാ ഇവിടെ. അതെ അതെ. കഞ്ഞിക്കുട്ടി കുറച്ചാണ് വെച്ചിരിക്കണേ. ഏലക്ക മൊത്തം ഇടുവാണ്. ഏലക്കൊക്കെ ഇടൂ. ഇടൂ. ചുക്കുണ്ടോ? ചുക്ക് വേണ്ട, ഇത് ഇട്ടാ മതി. ചുക്ക് വേണ്ട. ഇത് നല്ലതാണ് ചുക്കിടുമ്പോ. ചുക്കിടണ്ട, ഗോതമ്പ് പായസത്തിന് ചുക്കുണ്ട്. ഇത് ചതക്കണമായിരുന്നു. സോ ഗൈസ്, ഇനി എനിക്കുള്ള ജോലി പപ്പടം പൊള്ളിച്ചെടുക്കാന്നുള്ളതാണ്. സോ ഞാൻ അത് ചെയ്യാൻ പോകും. പപ്പടം ഞാൻ പൊളിച്ചു. ഇതൊന്ന് മതിയോ? അപ്പൊ പപ്പടം മുനീഫ് പൊള്ളിക്കും. ഞാൻ പൊളിക്കാം. ഓക്കെ, നമുക്ക് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മിക്കവാറും ക്യാരമല്ല, ഉരുകി തുടങ്ങി പെട്ടെന്ന്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പായസം ക്യാരമൽ പായസം. അത് ക്യാരമൽ ആയതായിരിക്കും. സമയമായപ്പോ അന്ന് ഒരു കോയിൻസിഡൻസ് സംഭവിച്ചു. ഞാൻ ഇന്റൻഷനലി ഉണ്ടാക്കിയതാണ്. എന്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റന്റ് പായസമില്ല. നോ നോ നോ, ഇല്ലാതെയാണോ? അല്ലാണ്ട് ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ ഗോതമ്പ് പായസത്തിന്റെ അത്ര വരില്ലേ കേട്ടോ. അതായത് വെള്ളം പോലെ കിടപ്പുണ്ട് ഇങ്ങനെ. ഞാൻ വാങ്ങിച്ച കുറുകു വന്നു. അത് തീരാത്തല്ല. അതെന്റെ തെറ്റല്ല. കുറുകു വന്നു, പക്ഷെ കുറുകിയില്ല. ഇപ്പൊ ഇടല്ലേ. ഇങ്ങനെ ആരാ കേട്ടാ? അങ്ങനെ ആരാ? നീ ആരുമല്ല. അതാണ് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി മണ്ടക്കിന്റെ ബാഗിന്റെ അകത്താണ് പപ്പടം ഇരിക്കുന്നത്. നെയ്യ് കുറച്ചധികം എടുക്കാം. ബിക്കോസ് നമ്മള് കുറച്ചധികം എടുത്തിട്ടുണ്ട്. സോ നെയ്യും അതുപോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പപ്പടം എടുത്തിട്ട്, അയ്യോ സോറി, പരിപ്പിന്റെ കൂടെ കഴിക്കാൻ നമുക്ക് കുറച്ച് നെയ്യ്. പരിപ്പില്ല, പരിപ്പില്ലാത്ത സദ്യ. ഇതാണ് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ്. നമുക്ക് ഇതില് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇഷ്ടമുള്ളതുകൊണ്ട് അത് കുറച്ചുള്ളൂ. അത് പുല്ലെടുത്ത് കഴിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അനുകരിക്കരുത്, ഉണ്ടാക്കരുത്. അപ്പൊ എനിക്കും വേണം. മിക്കവാറും അണ്ടിപ്പരിപ്പില്ലാത്ത പായസം അതിരിക്കട്ടെ. നമ്മള് തീ കുറച്ച് വെച്ചാണ്, അല്ലെങ്കിൽ ഇത് മൂട്ടി പിടിക്കും. വെള്ളം ഒഴിച്ചിട്ട് വേണം പാൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞ് വരും. മൊത്തം ഒഴിക്കരുത്, ഒരു ലേശം വെള്ളം ഇതിന്റെ മെല്ലെ ഒഴിക്കണം, അല്ലെങ്കിൽ പാല് പിരിയും. ഇനി വാഴയാണ് എന്റെ കൂടെ കുക്ക് ചെയ്യുന്നത്. എല്ലാം പുകഞ്ഞൊക്കെ കയറുന്നു. സൈഡിൽ നടക്കും. തീ കുറച്ച് ചെയ്യണേ. അറിയാവുന്ന ആരെങ്കിലും ഒക്കെ കയറി ചെയ്. ഇത് മറ്റേ കരിക്കിന്റെ അകത്ത് ലോര സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ഇതതിന്റെ വേറെ കുറച്ച് ലോരനല്ലല്ലോ മറ്റവൻ. അപ്പൊ ഇല ഉണ്ട് ഗൈസ്. ഇതിപ്പം ഒരു 5-6-8 ഇലയുണ്ട്. എന്റെ അനിയൻ എന്നെ പറ്റിച്ചു. അനിയനും അച്ഛനും കൂടെ വരാന്ന് പറഞ്ഞിട്ട് എന്നെ വഞ്ചിച്ചു വന്നില്ല. അവർക്ക് തിരക്കായതുകൊണ്ട് അവർ വന്നില്ല. സോ ഞാൻ ഇല എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴുകി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അവർ പായസം ഉണ്ടാക്കുമ്പോഴേക്കും പെട്ടെന്ന് കൊടുത്ത് കഴിക്കാമല്ലോ. പിരിഞ്ഞു ഗൈസ്. ഗൈസ്, യു നോ സംതിങ്, കുലു ഡേറ്റ് കഴിഞ്ഞ പാലാണ് വാങ്ങി വെച്ചിരുന്നത്. നമ്മളത് നോട്ട് ചെയ്തില്ല. എന്തിനു കൊള്ളാം? ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഭാഗ്യത്തിന് നമ്മള് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ഒഴിച്ച് ഇങ്ങനെയാണ് ഈ പായസം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടിക്കേണ്ടി വന്നത്. അതെ അതെ അതെ. ഗൈസ്, അങ്ങനെ പുതിയ പാല് വാങ്ങിയിട്ടുണ്ട്. കണ്ണരി വേഗം നമ്മള് ഇത് വെച്ചിട്ട് ഞാൻ അടുത്ത റെസിപ്പി ഇടുന്നതായിരിക്കും. പനീറിന്റെ പിരിഞ്ഞ പാല് വെച്ച്. അത് എന്റെ ഐഡിയ. പപ്പടം ആരാണ് പൊള്ളിക്കുന്ന നോക്കൂ. ഇന്റലിജന്റ് ഗേൾ. ഇവിടെ പനീറിനുള്ള സാധനം സെറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത പനീർ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കള്ളി ദൈവങ്ങളെ വിളിച്ചുകൊണ്ടാണ് പാൽ ഒഴിക്കാൻ പോകുന്നത്. ബിരിയാണി ഒഴിക്കുന്നുണ്ട്, ഇളക്കുന്നുണ്ട്. ഇത് പറയാൻ പറ്റില്ല. ബിരിയാണി എന്നാണ് പ്രാർത്ഥന. രണ്ടാമത്തെ പാലിലാണ് ഉണ്ടാക്കുന്നത്. പാല് ബിരിയാണി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുനീഫ് ഇളക്കുന്നു. പേര് മാറ്റല്ലേ. സോറി, തിരിഞ്ഞു മറിയ ഇറക്കുന്നു. ശരി ശരി. ഇടത്തോട്ട് വാഴ എന്തത് ഇല്ല ഇല്ലെന്ന് തോന്നുന്നു. അപ്പിടി പായസം പിടി. ഇലയൊക്കെ ഇട്ടു. മറിയ ഇവിടെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. നമുക്ക് വിളമ്പാം. ഓക്കെ,
അങ്ങനെ എല്ലാം സദ്യ 4 മണിക്ക് കഴിക്കുന്ന സദ്യ. ഫുഡ് കഴിക്കുകയാണ്. ബ്ലാക്ക് ഞാൻ വിഷയമായിട്ട് ഇലയിൽ ഫുഡ് കൊടുത്തു. പണിക്കളിയാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനല്ല. ഞാൻ എന്നെ പറഞ്ഞത് നമ്മളിനി സദ്യ കഴിക്കാൻ പോകണം. പായസം അടുപ്പത്ത് കിടക്കുന്നതേ ഉള്ളൂ. അത് വെന്തിട്ട് നമ്മളിത് കഴിച്ച് എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ തിന്നിയായി സദ്യയുടെ കൂടെ. വ്രത സമൃദ്ധമായ സദ്യ ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നു. ഫൈനലി നമ്മൾ കഴിക്കാനിരിക്കുകയാണ് ഗൈസ്. എല്ലാം ചോറിടുക. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സദ്യ ഒന്നും ഉണ്ടാക്കി സെറ്റാക്കാൻ പറ്റിയില്ലെങ്കിലും എന്തൊക്കെയൊക്കെയോ ഒപ്പിച്ചുകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പിച്ചുകൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പും പുളിശ്ശേരിയും മാത്രം, ഓലനും ഇതൊക്കെ മാത്രം ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങളെല്ലാം ഉണ്ടാക്കി. രാവിലെ ഞാൻ കുറേ എല്ലാം ഉണ്ടാക്കി വെച്ചു. അവർ വന്നിട്ട് പായസവും പിന്നെ കടു താളിക്കേണ്ട ഇതും മാത്രമേ വന്നുള്ളൂ, പപ്പടം പൊളിക്കേണ്ടതും മാത്രമേ വന്നുള്ളൂ. എന്തായാലും പായസം അവർ വന്നിട്ടുണ്ടാക്കിയതുകൊണ്ട് പായസമായിട്ട് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിരിഞ്ഞ് ഇതായിട്ട് തന്നെ കുടിക്കേണ്ടി വന്നേനെ. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കിയില്ല. ഗോതമ്പ് പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കൈസ്. ഇവർ പറയുന്ന പോലൊന്നും അല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. മുനീഫ പിന്നെയും വാങ്ങിച്ചതിൻ്റെ പായസം കുടിച്ചു. ആ പായസത്തിൻ്റെ പാത്രത്തിൻ്റെ അകത്തൊന്നും പായസവും ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ച് അത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരുടെയും വീട്ടിലൊക്കെ പോയി. അപ്പം